ഗൈസ് വീണ്ടും ഒരു കബഡി മത്സരം നടക്കാൻ പോവാണ്. മാർച്ചിൽ നടന്ന കബഡി വേൾഡ് കപ്പിന് ശേഷം വീണ്ടും ഒരു കബഡി മാച്ച് UK നടക്കാൻ പോവാണ്. 3 നാഷണൽ എന്ന് പറയുന്ന 3 കൺട്രിയിൽ ചേർന്നിട്ടുള്ള മാച്ചാണ് നാളെ നടക്കാൻ പോകുന്നത്. ഇപ്പൊ ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. പെട്ടെന്ന് കുളിച്ച് റെഡിയായി. കുറച്ച് സമയം ഒന്ന് ഉറങ്ങിയതിനു ശേഷം ഞങ്ങളുടെ ടീം അങ്ങ് റെഡിയായി. ഇംഗ്ലണ്ടും വെയിൽസും അടങ്ങുന്ന 2 ടീമാണ് മത്സരിച്ചത്. നല്ല വിശപ്പുള്ളത് കൊണ്ട് തന്നെ മോർസൻസിൽ പോയി കുറച്ച് ഫുഡ് അങ്ങ് കഴിച്ചു ആദ്യം തന്നെ. പിന്നെ നാട്ടിൽ കബഡി കളിച്ചിട്ട് UK വന്ന് കബഡി കളിക്കാൻ പറ്റാതെ മറന്നുപോയ കുറേ കായിക താരങ്ങൾ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. കബഡി വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട്. സോ കബഡി അറിയാവുന്ന UK ഗേൾസ് ആൻഡ് ബോയ്സ്, നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് കബഡി കളിച്ച് എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ട്, UK നിങ്ങൾക്ക് കബഡി കളിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻബോക്സിൽ കബഡി എന്ന് മെസ്സേജ് ഇടുക. ഇത് നീരജ അമ്മൂസ് തൻ്റെ ഇൻസ്റ്റാഗ്രാമിലിട്ട വീഡിയോയുടെ വോയിസാണ് നിങ്ങളിപ്പോൾ കേട്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു വോയിസിൽ പറയുന്നുണ്ട് 3 നേഷൻസ് ചേർന്നിട്ടുള്ള വേൾഡ് കപ്പാണ്, കബഡി വേൾഡ് കപ്പാണ് എന്നുള്ളൊരു കാര്യം. എന്നിട്ട് ആ ഒരു വീഡിയോയിൽ കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾക്ക് UK ആർക്കെങ്കിലും ഇത് കണക്ക് കബഡിയൊക്കെ കളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വന്ന് ചേരാമെന്നാണ് ഞങ്ങളുടെ കോച്ച് പറഞ്ഞിട്ടാണ് ഇത് കണക്ക് ഈ ഒരു വീഡിയോ ഇടുന്നതെന്നുള്ളൊരു കാര്യം. ഈ ഒരു വേൾഡ് കപ്പ് എന്ന് പറയുന്ന സമയത്താണ് കുറേയധികം പേർക്ക് ഇതിൽ ഡൗട്ട് വരുന്നത്. വേൾഡ് കപ്പ്, കബഡി വേൾഡ് കപ്പ് എന്നാണ് പറയുന്നത്. പക്ഷേ 3 നേഷൻസ് മാത്രമേ ഉള്ളൂ ഇതിൽ പങ്കെടുക്കുന്നത്. അതെന്ത് വേൾഡ് കപ്പാണെന്ന് കുറേയധികം പേർക്ക് ഡൗട്ടുണ്ട്. ഇതിപ്പം നീരജ് അടുത്ത പറ്റിപ്പായിട്ട് വരുന്നതാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേയധികം ഡൗട്ടും കാര്യങ്ങളും കുറേയധികം പേർക്കുണ്ട്. ഒന്നാമതേ ഒരു വലിയ തട്ടിപ്പിൻ്റെ കുറേയധികം വീഡിയോസും കാര്യങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരി അതിൽ നിന്നൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ന്യായീകരിച്ചൊക്കെ വെളിയിൽ ചാടാനൊക്കെ ശ്രമിക്കുകയാണ്. ഈ ഒരു വീഡിയോയിലൊന്നും പുള്ളിക്കാരി വേൾഡ് കപ്പ് എന്ന് പറയുന്നുണ്ട് 3 നേഷൻസാണ് പങ്കെടുക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൽ ഞാനും ഉണ്ട്, എൻ്റെ ടീമും ഉണ്ട്, മത്സരിക്കാൻ പോയെന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ ജയിച്ചവരുടെയൊക്കെ പേരൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഇന്ത്യക്കാരാണ് കൂടുതൽ അതിനകത്ത് കളിക്കുന്നത്. ഓപ്പോസിറ്റ് വന്ന രാജ്യക്കാരെ കണ്ടിട്ട് ഇന്ത്യക്കാരെയൊക്കെ പോലെ ഉണ്ട്. പക്ഷേ അല്ലായിരിക്കാം, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ വേൾഡ് കപ്പ് എന്ന് പറയുമ്പോഴത്തേന് ഇന്ത്യയില്ല, വേറെ രാജ്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഒരു 3 നേഷൻസ് ഉണ്ട്, ഇവർ കളിക്കുന്ന രീതിയിലാണ്. പുള്ളിക്കാരി ഇതിൽ ക്ലബ്ബെന്നോ അങ്ങനെയൊന്നും ലീഗെന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. വേൾഡ് കപ്പ് എന്ന് മാത്രമേ പറയുന്നു. വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ രാജ്യങ്ങളെല്ലാം കളിക്കുന്നത്, നമ്മുടെ കബഡിയൊക്കെ നമ്മുടെ ഇന്ത്യ എല്ലാം കൂടെ കളിക്കുന്നതാണല്ലോ വേൾഡ് കപ്പ് എന്ന് പറയുന്നത്. പക്ഷേ അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി നീരജ കൊടുക്കുന്നില്ല. കമൻസിലൊക്കെ കുറേയധികം പേര് ചോദിക്കുന്നു, ഈ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞിട്ട് 3 നേഷൻസ് എന്ന് പറയുന്നത് അതെങ്ങനെയാണ് വേൾഡ് കപ്പ് ആവുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് കുറേയധികം പേര് കമൻറ്റ് ഇടുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും റിപ്ലൈ പുള്ളിക്കാരി കൊടുക്കുന്നില്ല. ഇതെന്താണ് വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ അതെന്തൊരു വേൾഡ് കപ്പാണെന്നോ ഒന്നും പറയുന്നില്ല. ചുമ്മാ ആൾക്കാർ ഇത് കണക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർ കബഡിയിൽ നിന്ന് തനിക്ക് മെസ്സേജ് ഇടുക, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാമെന്നൊക്കെ പറയുന്നുണ്ട്. ഒരു കാര്യം പറയുമ്പോഴത്തേനൊന്ന് ഡീറ്റെയിൽസ് ആയിട്ട് പറയണം. ചിലപ്പോൾ ഇനി അടുത്ത പറ്റിയിലാണോ എന്നുള്ള ആൾക്കാർ ചിന്തിക്കുന്ന അതിൽ ഒരു തെറ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അങ്ങനെയല്ലേ നീരജ് ചെയ്തു വെച്ചേക്കുന്നത്. പക്ഷേ പുള്ളിക്കാരെ അതിലൊരു എക്സ്പ്ലനേഷനൊന്നും തരാതെ ജസ്റ്റ് 3 രാജ്യങ്ങൾ 3 നേഷൻസ് ഉള്ള ഒരു വേൾഡ് കപ്പാണ്, കബഡി വേൾഡ് കപ്പാണെന്ന് എന്താണ് പുള്ളിക്കാരി ഉദ്ദേശിച്ചതെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. സോ ഇതിനിപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി വലുതായിട്ട് അറിയാത്തതാണ്. പുള്ളിക്കാരി ഇതിന് മുമ്പ് പലയിടത്തും പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അതിനെപ്പറ്റി കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. സോ ഇതെനിക്ക് തോന്നിയ ഒരു ഒപ്പീനിയൻ പറഞ്ഞതേ ഉള്ളൂ. ചിലപ്പോൾ ഇതിൽ എതിർപ്പും കാര്യങ്ങളൊക്കെ തോന്നാം, അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നവരെ ചിലപ്പോൾ ഇതിനെപ്പറ്റി അവർ പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ഞാൻ അതിനെപ്പറ്റി കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് തോന്നി. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.